ഫ്രഷ് ക്വാളിറ്റി ഉണക്ക സ്രാവാണ്. ഏറ്റവും സെൻറ്റർ പീസ്, ഏറ്റവും ഫസ്റ്റ് ഗ്രേഡ് ക്വാളിറ്റിയാണ്. നമ്മൾ വിദേശത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള പിക്കിൾ ഉണ്ടാക്കുന്നതാണിത്. ഏറ്റവും നല്ല പീസസാണ്. നിങ്ങൾക്കറിയാം, ഉണക്ക സ്രാവൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് പല രീതിയിലും തോലുണ്ടാവും, പകുതി ഇതൊന്നുമില്ലാതെ നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി മീറ്റ് മാത്രം നമ്മൾ എടുത്തിട്ട് ചെയ്യുന്നതാണത്. നമുക്ക് വിദേശത്തേക്കുള്ളൊരു ഓർഡറാണ് ഇത്തവണ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഓർഡർ ഒന്ന് സഹായിക്കുക. ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. മീറ്റിൻ്റെ ഒരു ക്വാളിറ്റി നോക്കണം. കാരണം നമുക്കിത് എക്സ്പോർട്ടിന് മാത്രമാണ് ഇത്രയും നല്ല ക്വാളിറ്റി മീൻ കിട്ടുള്ളൂ. നമ്മുടെ ഇവിടുത്തെ ഉണക്കസ്രാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഉണങ്ങിയിരിക്കുന്ന സാധനമായിരിക്കും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഉണക്കല്ല എന്ന ഉണക്കമീനാണ് താനും. അതായത് എക്സ്പോർട്ട് ക്വാളിറ്റി സാധനമാണത്. അത്രയും നമ്മൾ ബെസ്റ്റായിട്ടുള്ള സാധനമാണ് ഇതിനകത്ത് എടുത്തേക്കുന്നത്. നമ്മുടെ തുണ്ടസ്രാവ് കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നോക്കിയാൽ നമ്മുടെ അലുവ കഷ്ണം പോലെ ഇരിക്കുന്ന നല്ല റെഡ് മീറ്റ്. നമ്മൾ ഒരിക്കലും ഉണക്കസ്രാവ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള മീനുകളൊന്നും കിട്ടില്ല. കാരണം ഇതൊക്കെ എക്സ്പോർട്ട് ക്വാളിറ്റി പോകുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഏറ്റവും നല്ല ഫ്രഷ് മീറ്റ് ഉണക്കസ്രാവാണ്. ഇതിലധികം നമുക്ക് ഉപ്പുണ്ടാവില്ല. നമുക്ക് ഏറ്റവും ഹെൽത്ത് ബെനിഫിഷ്യനാണ്. അപ്പോൾ ആ സാധനം നമ്മുടെ കട്ടിങ് കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മളിനി അച്ചാറിൻ്റെ പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത ആൾ അവിടെ ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ വൈഫ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ഫ്രഷ് ക്വാളിറ്റിയാണ്. അതിൻ്റെ അതൊരു തെളിവാണിത്. കാരണം നമ്മൾ തൊടുമ്പോൾ നല്ല ആ നെയ്യ് അതുപോലെ തന്നെ ഇതിനകത്ത് ഇങ്ങനെ തെളിഞ്ഞ് ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ വറുത്ത് വരുമ്പോൾ, മീൻ വറുത്ത് വരുമ്പോൾ അത് പക്കയായിട്ട് അത് വരുന്നുണ്ട്. വാ, ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അതിവിടെ ഉണ്ടാക്കുമ്പോൾ നിൽക്കുമ്പോൾ എൻ്റെ മോൾ ഇവിടെ നിൽപ്പുണ്ട്. അവിടെ ഒന്ന് ചോദിച്ചു നോക്കിയേ, എങ്ങനെയുണ്ട് ഇതിൻ്റെ സ്മെല്ല്? അവള് ഓടി വന്ന് കസേര ഇട്ടിട്ട് വന്നിട്ടാണ് നിൽക്കണത് അതിൻ്റെ ചുവട്ടിൽ. കണ്ടോ, അവളെ ഇളക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നത്. Ready. Achar is ready. എന്താ അച്ചാറ്? Shark achar. എങ്ങനെയുണ്ട് റോസേ? Super. അടിപൊളിയാണോ? എങ്ങനെയുണ്ട് അച്ചാറ്?